പ്രോൺസ് വെച്ചൊരു ഈസി സ്നാക്ക് റെസിപ്പി നോക്കിയാലോ. അതിനായി കുറച്ച് ഓയിലിൽ 2 ഉള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെള്ളുള്ളി, 2 പച്ചമുളക് നല്ലോണം വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ ഹാഫ് ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ നന്നായി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. വെന്ത് വന്ന വെജീസിലേക്ക് ചെറുതായി മുറിച്ച് പൊരിച്ചെടുത്ത പ്രോൺസ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് മസാലപ്പൊടിയും ചേർത്ത് ചോപ്പ് ചെയ്തെടുത്ത മല്ലിയിലയും ചേർത്ത് മാറ്റി വെക്കുക. ഇനി ഇത് സമൂസ ഫില്ലിങ് പോലെ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് അതിലേക്കൊരു ഗ്ലൂ വേണ്ടേ. അതിന് കുറച്ച് മൈദപ്പൊടി വെള്ളവും ചേർത്ത് ഒരു ഗ്ലൂ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കാം. ഇനി സമൂസ ഷീറ്റ് എടുത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഒരു ടേബിൾ സ്പൂൺ വെച്ച് അതിന് റോൾ ചെയ്തെടുക്കാം. ഒരു എൻഡിൽ വെച്ച് റോൾ ചെയ്ത് മറ്റേ എൻഡ് ഗ്ലൂ വെച്ച് പിന്നെ റോൾ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. ഈ സെയിം മെത്തേഡിൽ തന്നെ ബാക്കി എല്ലാ ഷീറ്റും ഇതേപോലെ റോൾ ചെയ്ത് എടുക്കുക. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞളും ഉപ്പും കറിവേപ്പിലയും മാത്രം ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. വേറെ ഫില്ലിങ്ങിലേക്ക് എക്സ്ട്രാ മസാലകളൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് കുറച്ച് ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അഥവാ എക്സ്ട്രാ മസാലകൾ വേണമെങ്കിൽ ചേർക്കാം. ബട്ട് എനിക്ക് ഈ ഒരു ഫ്ലേവർ തന്നെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സെയിം ഫില്ലിങ് വെച്ച് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ട് ഞാനിതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതെന്ന് മാത്രം. ഇനി ഇതിൻ്റെ 2 എൻഡും ക്ലോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗ്ലൂയിലേക്കും 2 സൈഡും ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലേക്കും ഡിപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് എടുക്കാം. ഇതേപോലെ 2 സൈഡും ഡിപ്പ് ചെയ്ത് എടുക്കാം. ബാക്കി റോൾ ചെയ്ത് വെച്ച എല്ലാ റോൾസും ഇതേപോലെ 2 സൈഡും ഗ്ലൂവിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓയിൽ വെച്ച് ചൂടോടെ ഇത് പൊരിച്ച് കോരിയെടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുന്നവരെ പൊരിക്കുക. എന്നിട്ട് ഓയിലിൽ നിന്നും കോരി മാറ്റുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സി യു.